ആത്മാവ് അതിശക്തമായിട്ട് നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാവാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഉണർവ്, ഒരു തീ, അഗ്നി ഉണ്ടാവുന്നില്ല. അതൊരു അഭിഷേകം ഉണ്ടാവുന്നില്ല, ശരിക്കും ഒരു ഉണർവ് ഉണ്ടാവുന്നില്ല. ശരിക്കും എല്ലാം മറന്ന് എല്ലാം രണ്ട് കൈയും വിട്ട് കർത്താവിന് വേണ്ടി രാപകലില്ലാതെ കഷ്ടപ്പെടാനുള്ള ഒരു സംഭവം വരുന്നില്ല. എല്ലാ ശുശ്രൂഷ കേന്ദ്രങ്ങളും നിങ്ങൾ അടുത്ത് ചെന്ന് പരിചയം ചോദിച്ചോ അല്ലെ ഇടപെട്ടോ സംസാരിച്ചോ എന്താ പറയാൻ പോണേന്നറിയാമോ? അതായത് ഒന്ന് ശുശ്രൂഷകൾക്കിടയിൽ ഭിന്നത, വഴക്ക്, പ്രശ്നം, പാപം, അനുസരണക്കേട്, ആ പ്രശ്നം, ഈ പ്രശ്നം, പാരവെപ്പ്, അത് ഇത് മനസ്സിലായോ? ഒറ്റക്കെട്ടായിട്ട് ദൈവരാജ്യത്തിന് വേണ്ടി പണിയെടുക്കേണ്ടവരെ പല തട്ടുകളിലായിട്ട് പിശാച് ചതറിപ്പിച്ച് എന്തുണ്ടെന്നറിയാമോ? ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് വിശുദ്ധിയില്ല. പറഞ്ഞ ഹല്ലേലൂയാ. വിശുദ്ധ ജീവിതത്തിന് വേണ്ടി ദാഹമില്ല. ശുശ്രൂഷ ജീവിതത്തെ മാത്രം ശ്രദ്ധിച്ചു, സ്വകാര്യ ജീവിതത്തിന്റെ വിശുദ്ധിയെ ശ്രദ്ധിച്ചില്ല. പറഞ്ഞ ഹല്ലേലൂയാ. ഞാനൊരു കാര്യം പറയാം, എന്തെന്നറിയാമോ? അതായത് ഗോലിയാത്തുമാർ ഇന്ന് നിൽക്കുകയാണ്. ഞാൻ ഒരു എക്സോർസിസ്റ്റ് പറയുന്നത് കേൾക്കുകയായിരുന്നു. ഒരു വലിയ പിശാച് ബഹിഷ്കരിക്കുന്ന ഒരു പുരോഹിതൻ പറയുന്നത് ഞാൻ കേൾക്കുകയാണ്. അമേരിക്കയിലുള്ള ഒരു അച്ഛനാണ്. അപ്പൊ അദ്ദേഹം പറയുകയാണ് ഇന്ന് പിശാചിനെ ബഹിഷ്കരിക്കാൻ പാടാന്ന്. പറയുന്ന ആരാ? പറയുന്നത് കത്തോലിക്ക സഭയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ടോപ്പ് നമ്പർ 1 എക്സോർസിസ്റ്റ് ഒരാൾ പറയാണ് സാത്താനെ ബഹിഷ്കരിക്കാൻ ഇന്ന് പാടാന്ന്. പറഞ്ഞ ഹല്ലേലൂയാ. അദ്ദേഹം അങ്ങനെ പറയുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാരണമുണ്ട്. സഭയ്ക്ക് നൽകപ്പെട്ട അധികാരത്തിലും കൃപയിലുമാണ് ഈ ശുശ്രൂഷ നടക്കുന്നത്. ഞാൻ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. സഭയ്ക്ക്, അതായത് ഒരു വ്യക്തിയുടെ അഭിഷേകത്തിലല്ല പിശാച് പുറത്തു പോണത്. പറഞ്ഞ ഹല്ലേലൂയാ. പിശാച് ബഹിഷ്കരണത്തിന് കൃപ കൊടുത്തിരിക്കുന്ന വ്യക്തിയുടെ വ്യക്തിപരമായ കൃപയിലല്ല പിശാച് പുറത്തു പോണത്. പിശാച് പുറത്തു പോണത് സഭയ്ക്ക് നൽകപ്പെട്ട കൃപയിലാണ്. സഭയ്ക്കാണ് ഇത് നൽകപ്പെട്ടത്. ശ്രദ്ധിച്ച് കേൾക്കണം. ഇപ്പൊ എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? സഭയ്ക്ക് പിശാചിനെ ബഹിഷ്കരിക്കുന്നതിന് നൽകപ്പെട്ട അധികാരം പവർഫുള്ളായിട്ട് എക്സർസൈസ് ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണം സഭാമക്കളില് പിശാച് നല്ലതുപോലെ താവളം ഉറപ്പിച്ചിട്ടുണ്ട്. പിശാചിന്റെ ഹബ്ബായിട്ട് സഭാമക്കൾ മാറി ഒരു പരിധി വരെ ഒരുപാട് പേരുടെ ജീവിതത്തിൽ പിശാച് ഹെഡ്ക്വാർട്ടേഴ്സ് ഇട്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ആര് പറഞ്ഞാലും പിശാച് ഇപ്പോ പോവത്തില്ല. പറഞ്ഞ ഹല്ലേലൂയാ. മനസ്സിലാവുന്നുണ്ടോ? പോവത്തില്ല. പോവാത്തതിന്റെ കാരണം എന്തെന്നറിയാമോ? അവൻ പറയാണ് എനിക്ക് എൻ്റെ താവളം ഇതിനകത്തുണ്ട് നല്ലപോലെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഞാൻ വചനത്തിൽ നിന്നൊരു കാര്യം നിങ്ങളെ ചൂണ്ടിക്കാണിക്കാം. ഗോലിയാത്ത് വന്ന് നിൽക്കാണ്. ഗോലിയാത്ത് വന്ന് നിൽക്കുന്നത് കണ്ടിട്ട് ദാവീദ് പടക്കളത്തിലേക്ക് സഹോദരന്മാർക്ക് ഭക്ഷണം കൊടുക്കാൻ വന്ന ദാവീദ് പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവത്തെ ദൂഷിക്കുന്ന ഈ വിജാതീയനെ നേരിടാൻ ഇവിടെ ആരുമില്ലേ? ഈ ഗോലിയാത്തിനെ നേരിടാൻ ഇവിടെ ആരുമില്ലേ? അപ്പൊ അത് കേട്ടിട്ട് പട്ടാളക്കാര് പറഞ്ഞു, നീ കണ്ടില്ലേ അവനെപ്പോ ഒരു മല്ലനെ എതിർത്ത് തോപ്പിക്കാൻ ആർക്ക് പറ്റും? അപ്പൊ ഈ ചെറുപ്പക്കാരൻ, ഈ കുട്ടി, ഈ ബാലൻ, കൗമാരക്കാരൻ, അവൻ പറഞ്ഞു ഞാൻ തോപ്പിക്കാം. അപ്പൊ ഈ വാർത്ത രാജാവിന്റെ ചെവിയിലെത്തി. രാജാവ് അവനെ വിളിച്ചു വരുത്തി. കേട്ടത് സത്യമാണോ? സത്യമാണ്, ഞാൻ തോപ്പിച്ചോളാം. അപ്പൊ രാജാവ് പറഞ്ഞു, മോനെ നീ കൊച്ചു പയ്യനല്ലേ, നിനക്കിത് പറ്റുമോ? അപ്പൊ അവൻ രാജാവിനോട് പറഞ്ഞൊരു മറുപടിയുണ്ട്, കേൾക്കണേ. അവൻ രാജാവിനോട് പറഞ്ഞ മറുപടി, രാജാവേ, ഞാൻ എൻ്റെ അപ്പൻ്റെ ആടുകളെ മേയിച്ച് കാട്ടിലായിരിക്കുന്ന സമയത്ത് സിംഹവും കരടിയൊക്കെ വരുമ്പോ ഞാൻ ആ സിംഹത്തെയും കരടിയെയും അതിൻ്റെ ജടയ്ക്ക് പിടിച്ച്, അതിൻ്റെ മൂടിക്ക് പിടിച്ച് നിലത്തടിച്ച് കൊന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഗോലിയാത്തിനെ നേരിടാൻ എനിക്ക് പറ്റും. എന്താണ് ദാവീദ് പറയുന്നത്? ബൈബിളിൽ നിങ്ങൾ ശ്രദ്ധിച്ചോണം. പിശാചിനെ കുറിച്ച് പറയാൻ ഈശോ ഉപയോഗിക്കുന്ന ഒരു വാചകമാണ് പിശാച് അലറുന്ന സിംഹത്തെ പോലെ. വെളിപാട് പുസ്തകത്തിൽ 12:13 നമ്മൾ കാണുന്നുണ്ട്, കടലിൽ നിന്ന് കയറി വരുന്ന മൃഗത്തിന് കരടിയുടെ രൂപസാദൃശ്യം. കരടി ബൈബിളില് പൈശാചിക പ്രതീകങ്ങളായിട്ട് മൃഗങ്ങളെ ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണത്തിന് പാമ്പ്, പുരാതന സർപ്പം, അലറുന്ന സിംഹം. അബ്രഹാം ഉൽപ്പത്തി 15 പറന്നു വരുന്ന കഴുകൻ പൈശാചിക സിംബലുകളാണ്. കരടി, പുള്ളിപ്പുലി പൈശാചിക സിംബലാണ് ബൈബിളിൽ ചിലയിടങ്ങളിൽ. അപ്പൊ ദാവീദ് പറയുകയാണ്, ഞാൻ എൻ്റെ സ്വകാര്യ ജീവിതത്തിൽ, നിങ്ങൾ കാണാത്തൊരു ജീവിതമുണ്ട് എനിക്ക്. നിങ്ങൾ കാണുന്നത് ഇപ്പോൾ ഗോലിയാത്തിനെ നേരിടാൻ ഈ പടക്കളത്തിൽ ഞാൻ നിൽക്കുന്നതാണ്. നിങ്ങൾ കാണാത്തൊരു സ്വകാര്യ പ്രൈവറ്റ് ലൈഫ് ഉണ്ട് എനിക്ക്. നിങ്ങൾ കാണാത്തൊരു ജീവിതം. ആ കാണാത്ത ജീവിതത്തിൽ ഞാൻ അനേകം പൈശാചിക അരൂപികളെ, പാപത്തിന്റെ അരൂപികളെ, പ്രലോഭനത്തിന്റെ അരൂപികളെ, അശുദ്ധിയുടെ അരൂപികളെ അതിനെ മുടിക്ക് പിടിച്ച് അടിച്ച്
എൻ്റെ സ്വകാര്യ ജീവിതത്തിൻ്റെ പ്രൈവറ്റ് ലൈഫിൽ ഞാൻ പാപത്തെ തോപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഗോലിയാത്തിനെ എനിക്ക് നിസ്സാരമായിട്ട് തോപ്പിക്കാൻ പറ്റും. പറഞ്ഞേ ഹല്ലേലൂയ. ഇത് മനസ്സിലായോ? സ്വകാര്യ ജീവിതത്തിൽ ഞാൻ അനേക തവണ പാപത്തെ ജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ വെളിയിൽ നിൽക്കുന്ന പിശാചിനെ പുറത്താക്കാൻ എനിക്ക് കർത്താവിൻ്റെ കൃപയുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഗോലിയാത്തുമാരിന്ന് കൊല്ലപ്പെടാതെ നിൽക്കുന്നതിൻ്റെ കാരണം സ്വകാര്യ ജീവിതത്തിൻ്റെ പരിശുദ്ധി ഇല്ലാത്ത ഞാൻ ഉൾപ്പെടെയുള്ള ശുശ്രൂഷകരാണ്. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായോ? വിശുദ്ധി അജയ്യമായ പരിചയാണ്. പറഞ്ഞേ വിശുദ്ധി അജയ്യമായ പരിച. ഹോളിനെസ് ഈസ് ഇൻവിസിബിൾ ഷീൽഡ്. വിശുദ്ധി അജയ്യമായ പരിച. ഭൂമിയിലെ ഏത് സംരക്ഷണ പ്രാർത്ഥനയെക്കാളും വലിയ സംരക്ഷണമാണ് ഒരു വ്യക്തിക്ക് വിശുദ്ധി തീർക്കുന്ന സംരക്ഷണ കവചം. വിശുദ്ധി അജയ്. ജ്ഞാനം 5:19. വിശുദ്ധി അജയ്യമായ പരിച. വിശുദ്ധി അജയ്യമായ പരിച. പറഞ്ഞേ വിശുദ്ധി അജയ്യമായ പരിച. അപ്പോ എന്നറിയാമോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഭിഷേകം ചൊല്ലിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വിശുദ്ധി. വിശുദ്ധി. അതായത് പാപത്തെ പാപവുമായി ഒരു ശുശ്രൂഷകന് ഒരു തരത്തിലും കോംപ്രമൈസ് ഉണ്ടാവരുത്. പാപമില്ല. പാപത്തോട് ഞാൻ യുദ്ധത്തിലാണ്. ഞാൻ പാപം ചെയ്യില്ല. ഞാൻ കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് പാപത്തെ അതിജീവിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അതായത് ഈശോ എന്തിനാ വന്നേ? യോഹന്നാൻ ശ്ലീഹ പറയുന്നുണ്ട്, പിശാചിന്റെ പ്രവർത്തികളെ നശിപ്പിക്കാനാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. പിശാചിന്റെ പ്രവൃത്തി, പറഞ്ഞേ പിശാചിന്റെ പ്രവർത്തികളെ നശിപ്പിക്കാനാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. പിശാചിന്റെ പ്രവർത്തികളെ നശിപ്പിക്കാനാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. പറഞ്ഞേ ഹല്ലേലൂയ. 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 അതായത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, വളരെ ശ്രദ്ധിക്കുക. ഈ ഡെസക്കറേഷൻ എന്നൊരു പരിപാടിയുണ്ട്. ഡെസക്കറേഷൻ. ഞാൻ മാർ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ അവിടെ തൊട്ടടുത്തൊരു ഹോസ്റ്റലിൽ താമസിച്ചിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ വേറൊരു അച്ഛനുണ്ട്. ഞങ്ങൾ രണ്ടുപേരുമാണ് വാർഡന്മാർ. അപ്പോൾ അച്ഛനാണ് വലിയ വാർഡൻ, ഞാൻ ചെറിയ വാർഡൻ. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ രണ്ടുപേരും അവിടെ താമസിക്കുമ്പോൾ അച്ഛനും നല്ല പ്രാർത്ഥനയുള്ള അച്ഛനാണ്. അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ നമുക്കറിയാലോ ഈ ഹോസ്റ്റലിനകത്ത് നമുക്ക് ആത്മാവിൻ്റെ ഒരു അഭിഷേകം, ഒരു കൃപയൊന്നും ഒന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ഇതിനെ എല്ലാം വെഞ്ചരിച്ച് വിശദീകരിച്ച് നമുക്ക് ഈ പിള്ളേരെ എല്ലാം ഒരുക്കി പ്രാർത്ഥിപ്പിച്ച് നമുക്കിതൊരു കൃപയുടെ സ്ഥലമായിട്ട് മാറ്റണം. അപ്പം അങ്ങനെ ഒരു 3 മാസത്തോളം അച്ഛനും ഞാനും കൂടെ ഈ ചെറുപ്പക്കാരോട് എല്ലാ ദിവസവും വൈകുന്നേരം അവരോട് സംസാരിച്ച് വചനം കൊടുത്ത് അവരെ ഒരുക്കി കുമ്പസാരിപ്പിച്ച് അങ്ങനെ ഞങ്ങൾ ഹോസ്റ്റൽ മുഴുവൻ വൃത്തിയാക്കി വെഞ്ചരിച്ച് പിള്ളേരെല്ലാം കൂടെ അവസാനം ഞങ്ങൾ വെഞ്ചരിച്ച് വിശദീകരിച്ച് നല്ല സ്വർഗം പോലാക്കി. അന്ന് രാത്രി ഒരു കാര്യം നടന്നു. എല്ലാവരും ഉറങ്ങി കിടക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ, ഹോസ്റ്റലിൽ താമസിക്കുന്ന ചെറുപ്പക്കാരൻ നേരെ പോയി എന്ത് ചെയ്തെന്നറിയാമോ? ആ ചാപ്പലിൽ വെഞ്ചരിച്ച് റെനോവേറ്റ് ചെയ്ത് വെഞ്ചരിച്ച് ആശീർവദിച്ചിട്ട ചാപ്പലിൽ അവൻ പോയി കിടന്ന് സ്വയംഭോഗം ചെയ്തു. ഇതിന്റെ പേരാണ് ഡെസക്രേഷൻ. എന്താണ് ഡെസക്രേഷൻ എന്ന് പറഞ്ഞാൽ? വിശുദ്ധ സ്ഥലങ്ങള് അശുദ്ധമാക്കുക. ഇത് പിശാചിന്റെ ഒരു ടാക്ടിക്കാണ്, ഒരു തന്ത്രമാണ്. എന്താണെന്നറിയാമോ? വിശുദ്ധ സ്ഥലങ്ങളെ മലിനമാക്കുക, ഹോളി പ്ലേസസിനെ മലിനമാക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കിയിരിക്കാൻ ഞാൻ പറയുകയാണ്, ഇന്ന് കൃപാവരം ജ്വലിക്കാത്തതിൻ്റെ പല കാരണങ്ങളിൽ ഒരു കാരണം വിശുദ്ധ സ്ഥലങ്ങളെല്ലാം പിശാച് അവൻ്റെ ഏജന്റുമാരെ വിട്ട് അശുദ്ധാക്കിയിട്ടുണ്ട്. ഞാൻ പ്രകടമായൊരു സാധനമായി പറഞ്ഞേ, അശുദ്ധമാക്കിയിട്ടുണ്ട്. പറഞ്ഞ ഹല്ലേലൂയ. പറഞ്ഞ ഹല്ലേലൂയ. അതെന്തെന്നറിയാമോ? അവന് പറ്റുന്ന ആളുകളെ വിട്ടിട്ട് അശുദ്ധമാണ്, ഡെസക്കറേറ്റ് ചെയ്യും. ഞാൻ ബൈബിൾ പഠിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. അന്തിയോക്കസ് എപ്പിഫാനസ് വന്ന് ദേവാലയം നശിപ്പിച്ചു. ദേവാലയം നശിപ്പിച്ചത് ദൈവമേ എന്തിനാണ്? ഞാൻ ആലോചിച്ചു, ദൈവമേ എന്തിനാണ് ഒരു വിജാതിയനെ നീ ഈ പള്ളിക്കകത്തോട്ട് കയറ്റിയിട്ട് അന്തിയോക്കസ് എപ്പിഫാനസ് ചെയ്തതെന്നറിയാമോ? ജെറുസലേം ദേവാലയം അവിടെ സ്യൂസിന്റെ പ്രതിമ സ്ഥാപിച്ചു. അതാണ് വിനാശത്തിന്റെ അശുദ്ധ ലക്ഷണം വിശുദ്ധ സ്ഥലത്ത് നിൽക്കുവാൻ ദാനിയേൽ പ്രവചിച്ചത്. മാത്രമല്ല, അയാൾ ദേവാലയത്തെ ബ്രോത്തൽ ഹൗസാക്കി, വേശ്യാലയമാക്കി. ജെറുസലേം ദേവാലയത്തെ വേശ്യാലയമാക്കി. ആര്? അന്തിയോക്കസ് എപ്പിഫാനസ്. അപ്പൊ ഞാനിത് പഠിച്ചപ്പോൾ ഞാനിങ്ങനെ കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്, കർത്താവ് എന്താണ് ഒരു വിജാതീയം വന്നിട്ട് ഞങ്ങളുടെ വിശുദ്ധ സ്ഥലം മലിനമാക്കാൻ നീ എന്താണ് അനുവദിച്ചത്? കർത്താവിന്റെ ആത്മാവ് എനിക്കൊരു സ്വരം തന്നു. വിജാതീയൻ അത് അശുദ്ധമാക്കുന്നതിന് മുമ്പേ സ്വജാതീയൻ പലതവണ അത്
അശുദ്ധമാക്കിയിരുന്നു. ശ്രദ്ധിച്ച് നിങ്ങൾ കേട്ടോ. അതായത് പിശാച് ഒരു സ്ഥലം മലിനമാക്കണമെങ്കിൽ, അല്ലെങ്കിൽ വിജാതീയൻ ഒരു സ്ഥലം മലിനമാക്കണമെങ്കിൽ അതിനു മുമ്പ് തെരഞ്ഞെടുക്കപ്പെട്ടവൻ അത് മലിനമാക്കിയിട്ടുണ്ടാവും. തെരഞ്ഞെടുക്കപ്പെട്ടവൻ മലിനമാക്കിയതേ വെളിയിലുള്ളവൻ മലിനാക്കൂ. പറഞ്ഞ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കാം, ഭയാനകമായ പാപം നമ്മുടെ ശുശ്രൂഷകരുടെ ഇടയിലുണ്ട്. പറഞ്ഞ ഹല്ലേലൂയ. മനസ്സിലായോ? നിങ്ങൾ എന്നെ വെറുത്താലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാരും ചേർത്താണ് ഞാൻ പറയുന്നത്. ഭയാനകമായ പാപം ശുശ്രൂഷകരുടെ ഇടയിലുണ്ട്. പറഞ്ഞ ഹല്ലേലൂയ. മനസ്സിലായോ? സാത്താന്റെ സിനഗോഗ് എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലമെന്ന് വെളിപാട് പുസ്തകം പറയുന്നില്ലേ? സാത്താൻ സിംഹാസനം ഇട്ടിരിക്കുന്നത് വെളിപാട് പുസ്തകം പറയുന്നില്ലേ? ഭയാനകമായ പാപം ശുശ്രൂഷകരുടെ ഇടയിലുണ്ട്. ഭയാനകമായ പാപം. മനസ്സിലാവുന്നുണ്ടോ? ഒരു വശത്ത് പാപം, മറുവശത്ത് ശുശ്രൂഷ. ഒരു വശത്ത് പാപം, മറുവശത്ത് ഡെലിവറൻസ്. ഒരു വശത്ത് പാപം, മറുവശത്ത് രോഗശാന്തി ശുശ്രൂഷ. ഒരു വശത്ത് പാപം, മറുവശത്ത് പ്രാർത്ഥനകൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവാണ്. ചേച്ചി, പരിശുദ്ധാത്മാവാരാ? പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാ, അശുദ്ധാത്മാവല്ല. അശുദ്ധാത്മാവല്ല, പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവാണ്. ഹോളി സ്പിരിറ്റ് ഈസ് ദ സ്പിരിറ്റ് which makes us holy. holy. മനസ്സിലാവുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് നമ്മളെ വിശുദ്ധരാക്കുന്ന ആത്മാവാണ്, അശുദ്ധരാക്കുന്ന ആത്മാവല്ല. അതുകൊണ്ടാണ് പറഞ്ഞ ദൈവം നമ്മളെ വിളിച്ചത് അശുദ്ധിയിലേക്കല്ല, വിശുദ്ധിയിലേക്കാണ്. പറഞ്ഞ ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? ദൈവം നമ്മളെ വിളിച്ചത് അശുദ്ധിയിലേക്കല്ല. മനസ്സിലായോ? ശുശ്രൂഷ കഴിഞ്ഞ് പാപത്തിലേക്ക് പോവാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. ശുശ്രൂഷ നമ്മളെയും നമ്മൾ ശുശ്രൂഷ ചെയ്യുന്നവരെയും വിശുദ്ധരാക്കാനാണ്. പറഞ്ഞ ഹല്ലേലൂയ. പറഞ്ഞ ഹല്ലേലൂയ.